നമസ്കാരം. ഏതൊരു വീട്ടിലും അനിവാര്യമായ ഒന്നാണ് അലക്കുകല്ല്. ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ കൂടുതലായും ആളുകൾ ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീനുകളാണ്. അതിനാൽ അലക്കുകല്ലിന്റെ ധർമ്മം തന്നെ നിർവഹിക്കുന്നത് വാഷിംഗ് മെഷീനുകളാകുന്നു. അതിനാൽ അലക്കുകല്ലുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും വാഷിംഗ് മെഷീനും ബാധകം തന്നെയാണ്. വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ ചില ഇടങ്ങളിൽ അലക്കുകല്ല് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വരുന്നത് ദോഷകരമാണ്. എന്നാൽ ഈ ഒരു ദിശയിൽ ഞാൻ പരാമർശിക്കുന്ന ഈ ഒരു ദിശയിൽ വരികയാണ് എങ്കിൽ അത് ആ വീടിന് സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഘടകമായി മാറും. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. വാസ്തുപ്രകാരം നോക്കുകയാണ് എങ്കിൽ ശരിയായ ദിശയിൽ അലക്കുകല്ല് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ സ്ഥാപിച്ചില്ല എങ്കിൽ അത് ആ വീടിന് വലിയ ദോഷകരം തന്നെയാകുന്നു. ഏറ്റവും ഉത്തമമായ ദിശയായി പരാമർശിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ദിശയാണ്. ഈ ദിശയിൽ വാഷിംഗ് മെഷീൻ നിങ്ങൾ ഇടുകയാണ് എങ്കിൽ സ്ഥാപിക്കുകയാണ് എങ്കിൽ അത് ആ വീടിന് ഏറ്റവും ശുഭകരമായി മാറും. സ്ഥാപിക്കേണ്ടതായ ദിശയാണ് വടക്ക് പടിഞ്ഞാറ് ദിശ എന്ന് തന്നെ പറയാം. എന്നാൽ മറ്റു ദിശകളിൽ വരുന്നത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഈ ദിശയിലേക്ക് മാറ്റിയിടുവാൻ ഏവരും ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന ഒരു ദിശ ഏറ്റവും ദോഷകരവുമാണ്. ആ ദിശ ഏതാണ് എന്ന് മനസ്സിലാക്കാം. അത് വടക്ക് കിഴക്ക് ദിശയാണ്. ഏറ്റവും ദോഷകരമാണ്. കാരണം രോഗദുരിതങ്ങൾ ആ വീടുകളിൽ ഒഴിയില്ല എന്നാണ് പറയുക. പലവിധ പ്രയാസങ്ങൾ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് വന്നു ചേരുന്നതിനും മാനസികപരമായ വിഷമങ്ങൾ ദുഃഖങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരാം. അതിനാൽ ഈ ഒരു ദിശ പ്രത്യേകിച്ചും ഒഴിവാക്കുക. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തന്നെ ഇടുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം.